ഹേ ഗായ്സ് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു വെറൈറ്റി വണ്ടിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്വന്തം മൈലാഞ്ചിൻ്റെ ഡാനിയൽസുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സെഡ് അസ്ത്ര. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായേക്കാം. പിന്നെ ക്യാപ്ഷനും നമ്മൾ ശശിക്കൊരു ഓട്ടോറിക്ഷ എടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വെഹിക്കിൾ ഇൻ ശശി ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ടൈം കളയണ്ട, നേരെ വണ്ടി എടുത്തേക്കാം. അപ്പോൾ ശശി ഉള്ളിലിരിപ്പുണ്ട്. നമുക്കെന്തായാലും വണ്ടി 100-110 എന്ന രീതിയിലേക്ക് വണ്ടി എടുത്തേക്കാം. സോ വണ്ടി എടുത്ത് നേരെ പോയേക്കാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വണ്ടി എടുക്കുന്നതിൽ ശശിക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. രതീഷിന് എന്താണ് പറയാനുള്ളത്? ഈ കിഴങ്ങൻ വണ്ടി എടുക്കാൻ പോകല്ലേ, നല്ല ഓട്ടൊക്കെ കിട്ടട്ടെ. ആടാ നിന്നെ തേടാടാ കിഴങ്ങാ വിളിച്ച്. നിന്നെ തേരാടാ? അത് പുതിയൊരു ഡിഷാണ്. ഇത് പറയാൻ തോന്നി പറഞ്ഞു. അണക്കം തറ സമ്മതിച്ച് കൊടുക്കരുതിട്ടോ, നാക്ക് പഴഞ്ഞതാണെന്ന്. എന്റെ നാക്ക് പഴഞ്ഞതൊന്നുമല്ല. ഓക്കെ, ഇവിടെ എന്താണ് നടക്കണത്? ഈ ചങ്ങായിക്ക് എന്താ വണ്ടി എടുത്ത് പോയിക്കൂടെ? എടാ വണ്ടി എടുത്ത് പോയിക്കൂടോ. പിന്നെ ഗൈസ് നല്ല മഴ പെയ്യുന്നുണ്ട്. അയ്യോ, പറയാൻ വന്നത് ഇതാണ് ഗൈസ്, നമ്മളെ വണ്ടി എടുക്കാൻ പോണ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ സ്വന്തം ശശീൻ്റെ വീട്. അപ്പോൾ നമ്മൾ ശശീൻ്റെ വീട് ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഈ കിഴങ്ങന്റെ വീടല്ലേ. ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. മര്യാദയ്ക്ക് വിടന്നോ ഗൈസ്? ആ സൈഡിൽ കാണുന്നതാണ് ശശിയുടെ വീട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനുള്ള സ്ഥലത്ത് ഏകദേശം എത്തിയിട്ടുണ്ട്. ഒക്കെ ഇവിടെയാണ്. സോ നമുക്ക് ഇവിടെ അങ്ങ് നിർത്തിയേക്കാം. ഞാൻ വണ്ടി ഇവിടെ നിർത്താൻ പോവാണ്. ഇപ്പോൾ ഇറങ്ങാനുള്ളവർക്കൊക്കെ ഇറങ്ങാം. ഓക്കെ, കുറച്ച് ഫോട്ടോസ് എടുക്കാം ഗൈസ്. തള്ളൊന്ന് മാറണമല്ലോ. ഈ തള്ളൊന്ന് മാറിയാലേ ഗൈസ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സെറ്റ്. ഈ ഒരു ആംഗിളിൽ നമുക്കൊരു ഫോട്ടോ എടുത്തേക്കാം. ഓക്കെ, കച്ചക്ക് എന്താ ആവാത്ത? കച്ചക്ക് അവിടെ കച്ചക്ക്. ഫോൺ ഹാങ് ആയി തോന്നുന്നു. കച്ചക്ക്. റെഡി. ഒന്നും കൂടി കച്ചക്ക്. ഓക്കെ, 2 സെറ്റായിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും വണ്ടി എടുക്കാം, നേരെ പോയേക്കാം ഗൈസ്. ഓക്കെ, അതാ കിടക്കുന്നു ഗൈസ് നമ്മുടെ ശശിയുടെ ഓട്ടോ. ഓക്കെ, ശശിക്കായിട്ട് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ല ശശി, നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ അറിയോ? പിന്നെ എങ്ങനെയാടാ നീ ഓട്ടോറിക്ഷ വാങ്ങണോ? ഓടിക്കാൻ അറിയില്ലെങ്കിൽ പഠിച്ചാൽ മതി. ഓക്കെ ഗൈസ്, വണ്ടി എന്തായാലും ശശിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അഡ്വാൻസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ശശിയുടെ വീട്ടിലേക്കാണ് പോണത്. നമ്മൾ ഓടിക്കുന്നപ്പോൾ നമ്മളാണ്, ബാക്കിൽ 2 ഇരിപ്പുണ്ട്. നമുക്ക് നേരെ ശശിയുടെ വീട്ടിൽ പോവാം. അവിടെ ചെന്നിട്ടാണ് ബാക്കി പരിപാടി. വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ അടിക്കാണ്ട്, ചെറിയ രീതിക്ക് ഒരു പേരടിക്കാണ്ട്, ബെല്ലാരി എന്നാണ് നമ്മൾ പേരടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പണിയുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. ആ സൈഡിൽ കാണുന്നതാണ് ശശിയുടെ വീട്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറ്റി അങ്ങ് വെച്ചേക്കാം. ഓക്കെ, കയറ്റി വെച്ചിട്ടുണ്ട്. 2 വീടിൻ്റെ അകത്ത് TV കാണാൻ തോന്നുന്നു, ഡേരാബിജി. സോ ഞാനൊന്നിങ്ങ് പോകാറിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമുക്കെന്തായാലും ഇനി വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്ന് നോക്കാം ഗൈസ്. വർക്ക് കഴിഞ്ഞിട്ട് ഇനി നോക്കിയാൽ മതി. അങ്ങനെ മച്ചാന്മാരെ, നമ്മുടെ ശശിയുടെ ഓട്ടോൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. രതീഷിന് ഓട്ടോ ഓടിക്കാൻ അറിയാം. രതീഷ് അങ്ങനെ ശശിയുടെ വീട്ടിൽ നിന്ന് നമ്മളെ ഇങ്ങോട്ട് കൊടുന്നതാണ്. അപ്പോൾ
ചെറുക്കം ബെല്ലാരി എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഒരു ചെറിയ സ്റ്റീൽ വീൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. റെക്കോർഡ് ചെയ്തപ്പോൾ അത് മാറിപ്പോയതാണ്. കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തന്നെ നെറ്റ കണ്ടിട്ടുണ്ട്. അതൊക്കെ കസ്റ്റം ചെയ്തതാണ് അവൻ തന്നെ. എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് വലുതായിട്ടാണ് ഇഷ്ടപ്പെട്ടില്ല. സോ ബാക്കിയൊക്കെ വണ്ടി നല്ല ലുക്കുണ്ട്. കിടിലങ്കാച്ച് ലുക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.